എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥം പാരായണം 15-ാം ദിവസം. ഇന്ന് അരണ്യകാണ്ഡത്തിലെ 8ാം സർഗമാണ് പാരായണം ചെയ്യുന്നത്. രാമൻ്റെ വിരഹദുഃഖം, ജടായു ദർശനം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃഹാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം അരണ്യകാണ്ഡം 8ാം സർഗഃ. രാമൻ്റെ വിരഹദുഃഖം, ജടായു ദർശനം. ശ്രീ മഹാദേവ ഉവാച രാമോ മയാവിനം ഹത്വാ രാക്ഷസം കാമരൂപിണം പ്രദസ്തേ സ്വാശ്രമം ഗന്തും തതോ ദുരാദർശതം ആയാന്തം ലക്ഷ്മണം ദീനം മുഖേന പരിശുഷ്യത രാഘവചിന്തയാമാസ സ്വാത്മന്യേവ മഹാമതി. ശ്രീ മഹാദേവൻ പറഞ്ഞു, മായാവിയും കാമരൂപിയുമായ രാക്ഷസനെ കൊന്നതിന് ശേഷം രാമൻ തൻ്റെ ആശ്രമത്തിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ വാടിയ മുഖത്തോടെ വരുന്ന ദീനനായ ലക്ഷ്മണനെ അകലെ കണ്ടിട്ട് മഹാമതിയായ രാഘവൻ ഉള്ളിൽ ഇപ്രകാരം ചിന്തിച്ചു: ലക്ഷ്മണസ്തന്ന ജാനാതി മായാ സീതാം മയാ കൃതാം ജ്ഞാത്വാപ്യേനം വഞ്ചയിത്വാ ശോചാമി പ്രാകൃതോ യഥാം യദ്യഹം വിരതോ ഭൂത്വാ തൂഷ്ണീം സ്ഥാസ്യാമി മന്ദിരേ തദാ രാക്ഷസകോടീനാം വധോപായ കഥം ഭവേത്. മായാസീതയെക്കുറിച്ച് ലക്ഷ്മണന് അറിയില്ലല്ലോ. അതിനാൽ ഞാൻ പ്രാകൃതനെ പോലെ ദുഃഖിക്കാം. അനാസക്തനായി മിണ്ടാതെ വീട്ടിലിരുന്നാൽ ഈ രാക്ഷസകോടികളെ വകവരുത്താൻ എങ്ങനെയാണ് ഉപായം ഉണ്ടാവുക? യദി ശോചാമിതാം ദുഃഖസന്തപ്ത കാമുകോ യഥാ തദാ ക്രമേണാനുചിന്വൻ സീതാം യസ്യേ അസുരാലയം രാവണം സകുലം ഹത്വാ സീതാമഗ്നൗ സ്ഥിതാം പുന മയൈവ സ്ഥാപിതാം നീത്വാ യാതായോധ്യാമതന്ത്രിത അഹം മനുഷ്യഭാവേന ജാതോസ്മി ബ്രഹ്മണാർത്തിതഃ. ദുഃഖം കൊണ്ട് നേറിയ കാമുകനെ പോലെ സീതയെ വിചാരിച്ച് കരയാം. ക്രമേണ അവളെ തേടി അസുരപുരി പോകാം. പിന്നെ അന്നേരം കുലത്തോട് രാവണനെ ഒടുക്കി ഞാൻ അഗ്നിയിലാക്കിയ അഗ്നിസ്ഥയായ സീതയെ കൂട്ടിക്കൊണ്ട് ഉന്മേഷത്തോടെ സാകേതപുരിയിലേക്ക് പോവുകയുമാകാം. ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതിനാലാണല്ലോ ഞാൻ ഈ മനുഷ്യഭാവത്തിൽ പിറന്നത്. മനുഷ്യഭാവം ആപന്ന കിഞ്ചിത് കാലം വസാമിഖൗ തതോ മായാ മനുഷ്യസ്യ ചരിതം മേന ശൃണ്വതാം മുക്തി സ്യാദ് അപ്രയാസേന ഭക്തിമാർഗാനുവർത്തിനാം നിശ്ചിത്യൈവം തഥാ ദൃഷ്ട്വാ ലക്ഷ്മണം വാക്യമബ്രവീത്. മനുഷ്യഭാവം കൈക്കൊണ്ട് കുറേ നാൾ
ഭൂമിയിൽ താമസിക്കാം. അപ്പോൾ മായാമനുഷ്യനായ എൻ്റെ ചരിതം കേൾക്കുന്നവർക്കും ഭക്തിമാർഗം പിന്തുടരുന്നവർക്കും പ്രയാസമെന്നെ മുക്തി ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ തീർച്ചപ്പെടുത്തി ലക്ഷ്മണനെ കാണവേ ഇപ്രകാരം പറഞ്ഞു: കിമർത്ഥമാഗതോസി ത്വം സീതാം ത്യക്വാ മമ പ്രിയാം നീതാവാ ഭക്ഷിതാവാപി രാക്ഷസൈർജനകാത്മജ. എൻ്റെ പ്രിയപ്പെട്ട സീതയെ വിട്ട് നീ എന്തിനാണ് പോകുന്നത്? ജാനകി രാക്ഷസർ തട്ടിക്കൊണ്ടുപോവുകയോ തിന്നുകയോ ചെയ്തിരിക്കും. ലക്ഷ്മണ പ്രാഞ്ജലിപ്രാഹ സീതായാ ദുർവജോരുദൻ ഹാ ലക്ഷ്മണേതി വചനം രാക്ഷസോക്തം ശ്രുതം ദയാ ത്വദ്വാക്യസദൃശം ശ്രുത്വാ മാം ഗച്ഛേതി ത്വരാബ്രവീത് രുദന്തി സാ മയാ പ്രോക്ത ദേവി രാക്ഷസഭാഷിതം നേദം രാമസ്യ വചനം സ്വസ്ഥാ ഭവ ശുചിസ്മിതേ. ഇത്യേവം സാന്ത്വിതാ സാധ്വി മയാ പ്രോവാച മാം പുനഃ യദുക്തം ദുർവജോ രാമ നവാജ്യം പുരതസ്തവ കർണൗ വിദായ നിർഗത്യ യദോഹം ത്വാം സമീക്ഷിതും രാമസ്തു ലക്ഷ്മണം പ്രാഹ തദാപ്യനുചിതം കൃതം. കണ്ണീർ ചൊരിയുന്ന ലക്ഷ്മണൻ കൈകൂപ്പിക്കൊണ്ട് സീതയുടെ കുത്തുവാക്കുകൾ വിവരിച്ചു. അയ്യോ ലക്ഷ്മണ എന്ന് അങ്ങ് പറയുന്നത് പോലെ രാക്ഷസൻ ഉച്ചരിച്ചതായ ശബ്ദത്തെ അവർ കേട്ടിട്ട് പെട്ടെന്ന് ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോവുക എന്ന് എനിക്ക് ആജ്ഞ നൽകി. കരയുന്ന അവരെ ഞാൻ അറിയിച്ചു, ദേവി ഇത് രാക്ഷസൻ പറയുന്നതാണ്, രാമവചനമല്ല, ശാന്തമായിരിക്കൂ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ കുത്തുവാക്കുകൾ എന്താണെന്ന് ഭഗവാനെ അങ്ങയുടെ മുമ്പിൽ എനിക്ക് പറയാവതല്ല. കാത് പൊത്തിക്കൊണ്ട് ഞാൻ അങ്ങയെ കാണാൻ പുറപ്പെട്ടു പോന്നു. ഇത് കേട്ട് രാമൻ ലക്ഷ്മണനോട് എന്നാലും നീ ചെയ്തത് അനുചിതം തന്നെ എന്ന് പറഞ്ഞു. ത്വയാ സ്ത്രീ ഭാഷിതം സത്യം കൃത്വാ ത്യക്താ ശുഭാനനാ നീതാവാ ഭക്ഷിതാവാപി രാക്ഷസൈർനാത്ര സംശയഃ ഇതി ചിന്താപരോ രാമ സ്വ ആശ്രമം ദരിതോ യയൗ തത്രാ ദൃഷ്ട്വാ ജനകജാം വിലലാപാതി ദുഃഖിതഃ. പെണ്ണിൻ്റെ വാക്ക് നേരെന്ന് കരുതി നീ സീതയെ വിട്ട് വന്നത് ശരിയായില്ല. രാക്ഷസർ കൊണ്ടുപോവുകയോ ഭക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ഇങ്ങനെ ചിന്താകുലനായ രാമൻ പെട്ടെന്ന് തൻ്റെ ആശ്രമത്തിലെത്തി. ജാനകി അവിടെ കാണാതെ അതിദുഃഖിതനായി വിലപിച്ചു. ഖാ പ്രിയേ ക്വഗദാസി ത്വം നാസി പൂർവവദാശ്രമേ അഥവാ മദ്വിമോഹാർത്ഥം ലീലയാ ക്വ വിലീയസേ ഇത്യാജിന്വൻവനം സർവം നാപശ്യാജ്ജാനകീം തദാ വനദേവ്യകുതസീതാം ഭുവന്തു മമ വല്ലഭാം മൃഗാശ്ച പക്ഷിണോ വൃക്ഷാ ദർശയന്തു മമ പ്രിയാം ഇത്യേവം വിലപന്നേവ രാമസീതാം ന കുത്രചിത് സർവജ്ഞ സർവദാ ക്വാപി നാപശ്യത് രഘുനന്ദന ആനന്ദ്യോപന്യശോചത്താം അചലോപ്യനുധാവതി. ഹാ പ്രിയേ, നീ എവിടെ പോയിരിക്കുന്നു? മുമ്പേ പോലെ ആശ്രമത്തിലില്ലല്ലോ. എന്നെ മോഹിപ്പിക്കാൻ കളിയായി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാടെല്ലാം തേടിയിട്ടും ജാനകിയെ കണ്ടില്ല. വരദേവതമാരെ, എൻ്റെ പ്രിയതമയായ സീത എവിടെയെന്ന് പറഞ്ഞാലും മൃഗങ്ങളും പറവകളും തരുക്കളുമെല്ലാം എൻ്റെ ഓമനയെ കാട്ടിത്തരട്ടെ. ഇങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ടിരുന്ന രാമൻ സീതയെ എങ്ങും കണ്ടില്ല. രഘുനന്ദനൻ എല്ലാം അറിയുന്നവനാണെങ്കിലും പ്രിയയെ എങ്ങും കണ്ടില്ല. ആനന്ദരൂപനെങ്കിലും അവൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് അചലനെങ്കിലും അനുധാവനം ചെയ്തു. നിർമ്മമോ നിരഹങ്കാരോപ്യഖണ്ഡാനന്ദരൂപവാൻ മമ ജായേതി സീതേതി വിലലാപാതി ദുഃഖിതഃ ഏവം മായാം മനുജരൻ അസക്തോ വിരഘൂത്തമഃ ആസക്തൈവ മൂഢാനാം ബാധിതത്വവിദാം നഹി. ഞാൻ എന്നില്ലാത്തതും
എൻ്റേത് എന്നില്ലാത്തതുമായ അഖണ്ഡ ആനന്ദ സ്വരൂപനാണ് രാമനെങ്കിലും എൻ്റെ പത്നി സീത എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് രാമൻ നടന്നത്. ആസക്തി ഇല്ലാത്തവനാണെങ്കിലും രഘുവരൻ മായയെ അനുസരിക്കിയാൽ മൂഢർക്ക് ആസക്തനെ പോലെ തോന്നിക്കുന്നു. തത്വം അറിയുന്നവർക്ക് അത് അല്ലതാണ്. ഏവം വിജിന്വൻ സകലം വനം രാമസ്സലക്ഷ്മണ ഭഗ്നം രഥം ഛത്രചാപം കൂപരം പതിതം ഭുവി ദൃഷ്ട്വാ ലക്ഷ്മണമാഹേദം പശ്യലക്ഷ്മണകേനചിത് നിയമാനാം ജനകജാം തം ജിത്വാന്യോ ജഹാരതാം തദകിഞ്ചിത് ഭുവോ ഭാഗം ഗത്വാ പർവ്വതസന്നിഭം രുധിരാക്തവവൃദൃഷ്ട്വാ രാമോ വാക്യമദാബ്രവീത്. ഇപ്രകാരം ലക്ഷ്മണനോടൊത്ത് കാടാകെ തിരയുന്ന രാമൻ തകർന്ന തേരും ഛത്രവും വില്ലും അച്ചുതണ്ടും മണ്ണിൽ കിടക്കുന്നത് കണ്ട് ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു: ലക്ഷ്മണ, നോക്കൂ, ആരോ അപഹരിച്ചു കൊണ്ടുപോയ സീതയെ അവനെയും വെന്ന് മറ്റൊരുവൻ അപഹരിച്ചിരിക്കുന്നു. അവിടെ നിന്ന് തെല്ലുഭാഗം പിന്നിട്ടപ്പോൾ മല പോലുള്ള ചോര പുരണ്ടതുമായ ഒരുടൽ കണ്ടിട്ട് രാമൻ പറഞ്ഞു: യേശ വൈ ഭക്ഷയിത്വാ താം ജാനകീം ശുഭദർശനാം ശേദേ വിവിക്തേ അതിതൃപ്ത പശ്യഹന്മി നിശാചരം ചാപമാനയ ശിഖ്രം മേ ബാണം ച രഘുനന്ദന തച്ഛ്രുത്വാ രാമവചനം ജടായു പ്രാഹഭീതവത്. നോക്കൂ, ഇവൻ പ്രിയദർശനയായ ആ ജാനകിയെ കൊന്നതെന്ന് അതിതൃപ്തനായി കിടക്കുകയാണ്. ഈ രാക്ഷസനെ കൊല്ലാം എന്ന് പറഞ്ഞ് ലക്ഷ്മണനോട് വില്ലും അമ്പും ചോദിച്ചു വാങ്ങി. ആ രാമവചനം കേൾക്കവേ ഭീതനായ ജടായു പറഞ്ഞു: മാം നമാരയ ഭദ്രം തേ മ്രിയമാണം സ്വകർമ്മണ അഹം ജടായുസ്തേ ഭാര്യാഹാരിണം സമനുദ്രുത രാവണം തത്ര യുദ്ധം മേ ബഭുവാരി വിമർദന തസ്യ വാഹാൻ രഥം ചാപം ചിത്വാഹം തേന ഖാദിനഃ പതിതോസ്മി ജഗന്നാഥ പ്രാണാം സഖ്യാമി പശ്യമാം. രാമ, നിനക്ക് നന്മ വരട്ടെ. സ്വകർമ്മത്താൽ മൃതനാകുന്ന എന്നെ കൊല്ലേണ്ടതില്ല. ഞാൻ ജഡായുവാണ്. നിന്റെ ഭാര്യയെ കവർന്ന രാവണനെ ഞാൻ പിന്തുടർന്നു. ശത്രുമതന, അവിടെ എനിക്ക് അടരാടേണ്ടി വന്നു. അവൻ്റെ കുതിരകളെയും തേരും വില്ലും തകർത്തു. ഞാൻ അവനാൽ വെട്ടിവീഴ്ത്തപ്പെട്ടു. ലോകനാഥ, ഞാൻ ജീവൻ പിടിയട്ടെ, എന്നെ നോക്കിയാലും. തച്ഛ്രുത്വാ രാഘവോ ദീനം കണ്ഠപ്രാണം ദദർശഃ ഹസ്താഭ്യാം സംസ്പൃശൻ രാമോ ദുഃഖാശ്രുവൃതലോചന. അത് കേട്ട് രാഘവൻ പ്രാണൻ പിടിയാറായ ആ ജടായുവിനെ തൃക്കൺ പാർത്തു. കഥനത്താൽ കണ്ണീർ തുളുമ്പുന്ന മിഴികളോടെ ഇരുകരങ്ങളാലും തലോടി. ജടായോ ബ്രൂഹിമേ ഭാര്യ കേന നീതാശുഭാനന മത്കാര്യാർത്ഥം ഹതോസിത്വം അതോ മേ പ്രിയബാന്ധവ. ജടായു, പറഞ്ഞാലും സുമുഖിയായ എൻ്റെ പത്നി ആരാണ് കൊണ്ടുപോയത്? നീ എൻ്റെ കാര്യത്തിനായി മരണമടയുകയാണ്. അതിനാൽ നീ എൻ്റെ ഉറ്റ ബന്ധുവാകുന്നു. ജടായു സന്നയാ വാചാ വക്ത്രാത് രക്തം സമുദ്വമൻ ഉവാച രാവണോ രാമ രാക്ഷസോ ഭീമവിക്രമഃ ആദായ മൈഥിലീം സീതാം ദക്ഷിണാഭിമുഖോ യയൗ ഇതോ വക്തും ന മേ ശക്തി പ്രാണാം സക്ഷ്യാമി തേ ഗ്രത. വായിലൂടെ ചോര ഛർദ്ദിക്കുന്ന ജടായി തളർന്ന വാക്കാൽ അറിയിച്ചു: രാമ, വിപുലവിക്രമനായ രാവണ രാക്ഷസൻ മിഥിലജയായ സീതയെ കൈക്കലാക്കി തെക്കോട്ട് പോയിരിക്കുന്നു. ഇതിലേറെ ഉച്ചരിക്കാൻ എനിക്ക് കെൽപ്പില്ല. നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ജീവൻ പിടിയട്ടെ. ദൃഷ്ട്യാ ദൃഷ്ടോസി രാമത്വം മ്രിയമാണേന മേനഖ പരമാത്മാസി വിഷ്ണുസ്ത്വം മായാമാനുജരൂപദൃക്ക് അന്ധകാലേപി ദൃഷ്ട്വാത്വം മുക്തോഹം രഘുസത്തമ ഹസ്താഭ്യാം സ്പൃശമാം രാമ പുനർയാസ്യാമി തേ പദം. അല്ലയോ പരിപാവനായ രാമ, ദേഹത്യാഗത്തിനൊരുങ്ങുന്ന എനിക്ക്
ഭാഗ്യവശാൽ നിന്നെ ദർശിക്കാറായി. പരമാത്മാവും വിഷ്ണുവുമായ നീ മായയാൽ മാനവാകൃതി പൂണ്ടവനാണല്ലോ. രഘുവര, അവസാന നിമിഷത്തിൽ നിന്ന് ദർശിച്ച ഞാനും മുക്തനായിരിക്കുന്നു. അല്ലയോ രാമ, എന്നെ തൃക്കൈകളാൽ ഇനിയും തലോടിയാലും ഞാൻ നിന്റെ പദം പോകട്ടെ. തഥേ തിരാമ സ്പർശ തദംഗം പാണിനാസ്മയൻ തദ പ്രാണാൻ പരിത്യജ്യ ജടായു പതിതോ ഭുവി. അങ്ങനെയെന്ന് രാമൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉടൽ കൈകൊണ്ട് തടവി. അതോടെ ജടായു പ്രാണൻ വിട്ട് നിലം പതിച്ചു. രാമസ്ഥം അനുശോചിത്വാ ബന്ധുവത്സാശ്രുലോചനഃ ലക്ഷ്മണേന സമാനായ കാഷ്ടാനി പ്രദദാഹത്തം. ബന്ധുവിനെ പോലെ നീർതുളുമ്പുന്ന മിഴികളോടെ രാമൻ അവനെ ഓർത്ത് ദുഃഖിക്കുകയും ലക്ഷ്മണനെ കൊണ്ട് വിറക് ശേഖരിപ്പിച്ച് അവനെ ദഹിപ്പിക്കുകയും ചെയ്തു. സ്നാത്വാ ദുഃഖേന രാമോപി ലക്ഷ്മണേന സമന്വിതഃ ഹത്വാ വനേ മൃഗം തത്ര മാംസഖണ്ഡാൻ സമന്തത. ശാദ്വലേ പ്രാക്ഷിപദ്രാമാ പൃഥഗനേ കഥാ ഭക്ഷന്തു പക്ഷിണഃ സർവേ തൃപ്തോ ഭവതു പക്ഷിരാട്. രാമൻ ലക്ഷ്മണനോടൊപ്പം ദുഃഖത്തോടെ സ്നാനം ചെയ്യുകയും ഒരു മാനിനെ കൊന്ന് മാംസകഷ്ണങ്ങൾ വെവ്വേറെ ആ കാട്ടിലെ പച്ചപ്പുൽപ്പരപ്പിൽ എമ്പാടും പലതരത്തിൽ വിതറുകയും ചെയ്തു. എല്ലാ പറവുകളും ഭക്ഷിച്ചിട്ട് പക്ഷിരാജാവ്, അതായത് ജടായു, തൃപ്തിയടയട്ടെ എന്ന് നിശ്ചയിച്ചു. ഇതിഗ്ധ്വാ രാഘവ പ്രാഹ ജടായോ ഗച്ഛ മത്പദം മത്സാരൂപ്യം ഭജസ്വാദ്യ സർവലോകസ്യ പശ്യത. ഇങ്ങനെ പറഞ്ഞ രാഘവൻ, ജടായു, നീ എൻ്റെ പദം പ്രാപിച്ചാലും സർവലോകവും കാണുക, ഇന്ന് എൻ്റെ സാരൂപ്യം നേടുക. തതോ അനന്തരമേവാസൗ ദിവ്യരൂപധര ശുഭ വിമാനവരമാരൂഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ശംഖചക്രഗദാപത്മ കിരീടവരഭൂഷണൈഃ ദ്യോതയൻ സ്വപ്രകാശേന പീതാംബരധരോ അമല ചതുർഭി പാർഷദൈർവിഷ്ണോസ്താദൃശൈരഭിപൂജിതഃ സ്തൂയമാനോ യോഗിഗണൈ രാമമാഭാഷ്യ സത്വരഃ കൃതാഞ്ജലിപുടോ ഭൂത്വാ തുഷ്ടാവരഘുനന്ദനം. ഉടൻ തന്നെ ദിവ്യരൂപധരനും ശോഭയാർന്നവനും മഞ്ഞ പട്ടണിഞ്ഞവനുമായ ആ വിശുദ്ധൻ സൂര്യനു തുല്യം തിളങ്ങുന്ന ഒരു ശ്രേഷ്ഠ വിമാനത്തിലേറി ശംഖചക്രഗദ കിരീടധാരിയായി സർവ ആഭരണങ്ങളാലും സ്വപ്രഭയാലും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട്, അതുപോലെ വിഷ്ണുസ്വരൂപമാർന്ന, അതായത് വിഷ്ണുവിൻ്റെ 4 പാർഷദന്മാരാൽ സംപൂജിതനായി യോഗിഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ടും കൈകൂപ്പിത്തൊഴുത് വേഗം രഘുനന്ദനായ രാമനെ നോക്കി സ്തുതിച്ചു. ജടായു ഉവാച അഗണിത ഗുണമപ്രമേയമാദ്യം സകല ജഗൽസ്ഥിതി സംയമാദിഹേതും ഉപരമപരം പരാത്മഭൂതം സതതമഹം പ്രണതോസ്മി രാമചന്ദ്രം. നിരവധി സുഖമിന്ദിരാകടാക്ഷം ക്ഷപിത സുരേന്ദ്ര ചതുർമുഖാദിദുഃഖം നരവരമനിശം നതോസ്മി രാമം വരദമഹം വരചാപബാണഹസ്തം. ത്രിഭുവനകമനീയ രൂപമീഢ്യം രവിശതഭാസുരം ഈഹിതപ്രദാനം ശരണദമനിശം സുരാഗമൂലേ കൃതനിലയം രഘുനന്ദനം പ്രപദ്യേ. ഭവവിപിനദവാഗ്നിനാമധേയം ഭവമുഖദൈവതദൈവതം ദയാലും ധനുജപതി സഹസ്രകോടിനാശം രവിതനയാ സദൃശം ഹരിം പ്രപദ്യേ. അവിതര ഭവഭാവനാദിദൂരം ഭവവിമുഖൈർമുനിഭിः സദൈവ ദൃശ്യം ഭവജലധി സുതാരണം കൃപോദം ശരണമഹം രഘുനന്ദനം പ്രപദ്യേ.
ഗിരിശഗിരിസുതാമനോനിവാസം ഗിരിവരധാരണമീഹിതാഭിരാമം സുരവരദനുജേന്ദ്രസേവിതാഘ്രിം സുരവരദം രഘുനായകം പ്രപദ്യേ. പരദന പരദാരവർജിതാനാം പരഗുണഭൂതിഷു തുഷ്ടമാനസാനാം പരഹിതനിരതാത്മനാം സുസേവ്യം രഘുവരമംബുജലോചനം പ്രപദ്യേ. സ്മിതരുചിരവികാസിതാനനാബ്ജം മതിസുലഭം സുരരാജനീലനീലം സിതജലരുഹചാരുനേത്രശോഭം രഘുപതിമീശ ഗുരോർഗുരും പ്രപദ്യേ. ഹരികമലജ ശംഭുരൂപഭേദാത് ത്വമിഹ വിഭാസി ഗുണത്രയാനുവൃത്തഃ രവിരിവ ജലപൂരിതോദപാത്രേഷു അമരപതിസ്തുതിപാത്രം ഈശമീഢേ. രതിപതിശതകോടിസുന്ദരാംഗം ശതപദഗോചരഭാവനാവിദൂരം യതിപതി ഹൃദയേ സദാ വിഭാതം രഘുപതിം ആർത്തിഹരം പ്രഭും പ്രപദ്യേ. ജടായു പറഞ്ഞു, എണ്ണമറ്റ ഗുണങ്ങളുള്ളവനും അറിവിന് അതീതനും ആദ്യനും സകല ജഗത്തിൻ്റെയും നിലനിൽപ്പിനും വിനാശത്തിനും കാരണവുമായ പരമശാന്തിയായ പരമശുഭയോടുകൂടിയവനുമായ പരമാത്മരൂപനായ രാമചന്ദ്രനെ ഞാൻ വണങ്ങുന്നു. അളവില്ലാത്ത സുഖം തരുന്നവനും ലക്ഷ്മിയുടെ കടാക്ഷപാത്രവും ഇന്ദ്രബ്രഹ്മാദികളുടെ ദുഃഖം മാറ്റുന്നവനും മികച്ച അമ്പും വില്ലും കയ്യിലേന്തി വരമരുളുന്ന നരവരനുമായ രാമനെ ഞാൻ എപ്പോഴും നമിക്കുന്നു. മൂന്ന് ലോകത്തും കമനീയ രൂപമുള്ളവനും സ്തുതിക്കപ്പെടേണ്ടവനും 100 സൂര്യൻ്റെ പ്രഭയുള്ളവനും ആഗ്രഹിക്കുന്നതെല്ലാം തരുന്നവനും അഭയമരുളുന്നവനും ഭക്തി കൊണ്ട് മനതാരിൽ കുടികൊള്ളുന്നവനുമായ രഘുനന്ദനെ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നു. സംസാരവനത്തിന് തീയായ നാമത്തിനുടമയും ശിവൻ തുടങ്ങിയ ദേവന്മാർക്കും ദേവനും ദയാലുവും കോടി കോടി രാക്ഷസത്തലവന്മാരെ നശിപ്പിച്ചവനും യമുനാതുല്യനുമായ ഹരിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. വിരക്തിയില്ലാത്തവരുടെ ഭാവനയ്ക്കപ്പുറം ലോകാസക്തിയില്ലാത്ത മുനിമാർക്ക് സദാ ദൃശ്യനും ഭവസാഗരം കടത്താൻ പോകുന്ന നൗകയുമായ രഘുനന്ദനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പരമശിവന്റെയും പാർവതിയുടെയും മനതാരിൽ വസിക്കുന്നവനും മാമല ഉയർത്തുന്നവനും ഭക്തന്മാരുടെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ആനന്ദിക്കുന്നവനും ദേവേന്ദ്രനാലും അസുരേന്ദ്രനാലും സേവിതമായ കാലടിയുള്ളവനും ദേവന്മാർക്ക് വരമരുളുന്നവനുമായ രഘുനായകനെ ഞാൻ ആശ്രയിക്കുന്നു. പരസമ്പത്തും പരദാരവും ഒഴിവാക്കുന്നവർക്കും അന്യൻ്റെ ഗുണത്തിലും ഐശ്വര്യത്തിലും സന്തോഷമാളുന്ന മനസ്സുള്ളവർക്കും പരഹിത തൽപരർക്കും തികച്ചും സേവ്യനും താമരക്കണ്ണനുമായ രഘുവരനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പുഞ്ചിരിയാൽ വിടർന്ന മുഖാരവിന്ദമുള്ളവനും ധ്യാനത്തിൽ സുലഭനും ഇന്ദ്രനീലത്തിൻ്റെ നിറമാർന്നവനും വെള്ളത്താമര പോലെ ചാരുവായ മിഴി ഉള്ളവനും പരമശിവന്റെ ഗുരുവുമായ രഘുനാഥനെ ഞാൻ ആശ്രയിക്കുന്നു. വെള്ളം നിറച്ച പാത്രങ്ങളിൽ ഒരേ സൂര്യൻ പലതായി കാണപ്പെടും പോലെ ത്രിഗുണങ്ങളെ ആശ്രയിക്കാൻ ഏകനായ ഹരി, വിരിഞ്ചൻ, ശിവൻ എന്നീ രൂപഭേദങ്ങളിൽ ഈ വിശ്വത്തിൽ വിരാജിക്കുകയാണ്. ഇന്ദ്രൻ്റെ സ്തുതിപാത്രമായവനും ഈശനുമായ നിന്നെ ഞാനിതാ വാഴ്ത്തുന്നു. കാമനേക്കാൾ 100 കോടി മടങ്ങ് ചാരുവായ മേനിയുള്ളവനും പരശതം പാതകളിലൂടെ പായുന്ന ഇന്ദ്രിയങ്ങളുടെ ഭാവനയ്ക്കപ്പുറമുള്ളവനും മുനിവരരുടെ മനതാരിൽ എന്നും വിളങ്ങുന്നവനും അല്ലൽ ഒഴിപ്പവനും പ്രഭുവുമായ രഘുപതിയെ ഞാൻ ആശ്രയിക്കുന്നു. ഇത്യേവം സ്തുവസ്തസ്യ പ്രസന്നോ ഭൂത് രഘൂത്തമ ഉവാച ഗച്ഛ ഭദ്രം തേ മമ വിഷ്ണോ പരം പദം ശൃണോതി ഇദം സ്തോത്രം ലിഖേദ്വാ നിയത പഠേത് സയാതി മമ സാരൂപ്യം മരണേ മൽസ്മൃതിം ലഭേത്. ഇപ്രകാരം വാഴ്ത്തി സ്തുതിച്ച ജടായുവിൽ രഘുവരൻ പ്രസന്നായി തീർന്നു. നിനക്ക് മംഗളം വരട്ടെ, വിഷ്ണുവായ എൻ്റെ പരമോദത്തിലേക്ക് പോയാലും എന്നു പറഞ്ഞു.
ആരാണോ ഈ സ്തോത്രം കേൾക്കുകയോ എഴുതുകയോ നിയമേന പഠിക്കുകയോ ചെയ്യുന്നത്, അവന് എൻ്റെ സാരൂപ്യവും മരണസമയത്തിൻ്റെ സ്മരണയും ലഭിക്കും എന്ന് ഭഗവാൻ അരുളി ചെയ്തു. ഇതി രാഘവഭാഷിതം തഥാ ശ്രുതവാൻ ഹർഷസമാകുലോദ്വിജ രഘുനന്ദന സാമ്യമാസ്ഥിത പ്രയയൗ ബ്രഹ്മസു പൂജിതം പദം. ഇപ്രകാരം രാമന്റെ തിരുമൊഴി കേട്ട ആ പക്ഷി ജടായു ആനന്ദാകുലനായി ഉടനെ രാമസാമ്യം നേടി ബ്രഹ്മപൂജിതമായ പരമപദം അടയുകയും ചെയ്തു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അരണ്യകാണ്ഡേ അഷ്ടമസർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.